തിരുവനന്തപുരം നഗരത്തിൽ മുക്കോലയിൽ പട്ടാപ്പകൽ വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു. നഗരമധ്യത്തിൽ മണക്കാട് ശ്രീശിവം റെസിഡൻസിയിലാണ് നഗരസഭാ ജീവനക്കാരെന്ന വ്യാജനയെത്തി ഈ അതിക്രമം. കേസിൽ പ്രതികളായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്മയ്ക്കാണെങ്കിൽ 65 വയസ്സ്. നമുക്കിത് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതുവരെ. നമ്മളെവിടെയാണെങ്കിൽ ഇത് ആൾക്കാരാണ്, പുതിയ ആൾക്കാരാണ്, വാടകയ്ക്ക് വന്ന് ജോലി ചെയ്യണവരുമാണ് ഇവിടെ. തൃശൂർ സ്വദേശിയായ വയോധിക കഴിഞ്ഞ 4 വർഷമായി തിരുവനന്തപുരം മണക്കാട് ശ്രീശിവം റെസിഡൻസിയിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. ഇന്നലെ രാവിലെ 10:30യോടെയാണ് അക്രമ സംഭവം നടന്നത്. വിമാനത്താവളത്തിലെ ജീവനക്കാരനായ മകൻ ജോലിക്ക് പോയ സമയത്താണ് നഗരസഭാ ജീവനക്കാരെന്ന് പറഞ്ഞ് 3 പേര് വീട്ടിലെത്തിയത്. വീട്ടുടമസ്ഥന്റെ നമ്പർ എടുക്കാൻ വയോധിക വീടിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് കവർച്ചാ സംഘം ആക്രമിച്ചത്. ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി കഴുത്തിലുണ്ടായിരുന്ന മാല ഉൾപ്പെടെ 10 ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ കവർന്നു. വേറെ 2 പേര് കയറി വന്ന് ഉള്ളിൽ വന്ന് മേഡം എന്താ പറയുക, കയ്യിൽ നിന്നൊക്കെ വളയുണ്ടായിരുന്നു, കയ്യിൽ നിന്നൊക്കെ വലിച്ചെറിഞ്ഞ് മുഖത്തൊക്കെ അടിച്ച് എന്താ പറയുക, സ്വർണ്ണമാലയൊക്കെ ഊരിയിട്ട് കൊണ്ടുപോയത്. അമ്മ പിന്നാലെ മകനാണ് ഫോർട്ട് പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് അന്വേഷണത്തിൽ നഗരം കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന സ്ഥിരം സംഘമാണ് പിന്നിലെന്ന് ഉറപ്പിച്ചു. രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന 5 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ശരത്ത്, രാജൻ, ഷീവ ഇവർക്ക് കവർച്ച നടത്താൻ സഹായം നൽകിയ ഷിബു, റീന എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ കവർച്ചാ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് നിരീക്ഷണം ശക്തമാക്കി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.